നോഹയും മഹാപ്രളയവും. ആദാമിന്റെയും ഹവ്വായുടെയും സന്തതികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ദുഷ്ടതയും വർദ്ധിക്കുന്നു. 10ാം തലമുറയാകുമ്പോഴേക്കും ദൈവം മനുഷ്യവംശത്തെ നശിപ്പിക്കാൻ തയ്യാറായി. എന്നിരുന്നാലും ദൈവത്തിന് പ്രസാദകരമായ ഒരു മനുഷ്യനുണ്ട്. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത എത്ര വലുതാണെന്ന് ദൈവം കണ്ടു. അവന്റെ ഹൃദയത്തിലെ ചിന്തകളുടെ ഓരോ ചായ്വും എല്ലായ്പ്പോഴും ദുഷ്ടം മാത്രമായിരുന്നു. ദൈവത്തിന്റെ ഹൃദയം ദുഃഖിച്ചു. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ അവൻ ഖേദിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ സൃഷ്ടിച്ച മനുഷ്യവർഗത്തെ ഭൂമിയുടെ മുഖത്തുനിന്ന് തുടച്ചു നീക്കും. വലിയ മൃഗങ്ങളെയും ഭൂമിയിൽ ഇഴയുന്ന ചെറിയ മൃഗങ്ങളെയും പക്ഷികളെയും ഞാൻ തുടച്ചു നീക്കും. ഞാൻ അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. എന്നിരുന്നാലും നോഹ എന്നുപേരുള്ള ഒരു മനുഷ്യനിൽ ദൈവം പ്രസാദിച്ചു. നോഹയുടെ കഥ ഇതാണ്. നോഹ നീതിമാനായൊരു മനുഷ്യനായിരുന്നു. തന്റെ തലമുറയിൽ കുറ്റമറ്റവനായിരുന്നു. അവൻ ദൈവവുമായി അടുത്ത കൂട്ടായ്മയിൽ നടന്നു. നോഹയും കുടുംബവും പെട്ടകം പണിയാൻ 100 വർഷം ജോലി ചെയ്തു. പെട്ടകം എങ്ങനെ പണിയണമെന്നതിനെക്കുറിച്ചും ഭാരം വഹിക്കേണ്ടതിനെക്കുറിച്ചും ദൈവം വിശദമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. പിന്നീട് ഈ സമയമത്രയും നോഹ ജനങ്ങളോട് പ്രസംഗിക്കുകയും വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തുവെന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. പെട്ടകത്തിന് പുറത്തുള്ള എല്ലാ ജീവജാലങ്ങളും വെള്ളപ്പൊക്കത്താൽ നശിപ്പിക്കപ്പെട്ടു. പല പർവ്വതങ്ങളിലെയും പാറകളിൽ നിന്ന് കണ്ടെത്തിയ ഷെല്ലുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് അവ ഒരിക്കൽ വെള്ളത്തിനടിയിലായിരുന്നുവെന്നും ഭൂമി ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദുഷിച്ചിരുന്നുവെന്നും അക്രമം കൊണ്ട് നിറഞ്ഞിരുന്നുവെന്നുമാണ്. ഭൂമിയിലെ എല്ലാ ആളുകളും ദുഷിച്ച ജീവിതം നയിച്ചതിനാൽ അത് ദുഷിച്ചതാണെന്ന് ദൈവം കണ്ടു. അവൻ നോഹയോട് പറഞ്ഞു, എല്ലാ മനുഷ്യരെയും അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. കാരണം അവർ നിമിത്തം ഭൂമി അക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതാ, ഞാൻ അവരെ നശിപ്പിക്കും. ഭൂമിയിൽ നിന്നവരെ തുടച്ചു നീക്കുക. അതിനാൽ ഗോഫർ മരം കൊണ്ട് സ്വയം ഒരു പെട്ടകമുണ്ടാക്കുക. അതിൽ അറകളുണ്ടാക്കി അകത്തും പുറത്തും കീൽ കൊണ്ട് പൂശുക. നിങ്ങളതിങ്ങനെയാണ് നിർമ്മിക്കേണ്ടത്. അത് 150 മീറ്റർ നീളവും 25 മീറ്റർ വീതിയും 15 മീറ്റർ ഉയരവുമുള്ളതായിരിക്കണം. പെട്ടകത്തിനൊരു മേൽക്കൂര ഉണ്ടാക്കുക. മുകൾ ഭാഗത്തിന് താഴെ 1/2 മീറ്റർ സ്ഥലം അവശേഷിപ്പിക്കുക. ഒരു വശത്തൊരു വാതിലുണ്ടാക്കുക. പെട്ടകത്തിനുള്ളിൽ താഴത്തെയും മധ്യത്തെയും മുകളിലെയും ഒരു നിലയുണ്ടാക്കുക. ഞാൻ ഭൂമിയിലേക്ക് ജലപ്രളയജലം കൊണ്ടുവരും. ശ്വസിക്കുന്ന എല്ലാ ജഡത്തെയും നശിപ്പിക്കും. ഭൂമിയിലുള്ള എല്ലാവും മരിക്കും. എന്നാൽ ഞാൻ നിന്നോട് എന്റെ നിയമം സ്ഥാപിക്കും. നീയും നിന്റെ ഭാര്യയും നിന്റെ പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. നിന്നോടൊപ്പം ജീവരക്ഷയ്ക്കായി എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി ഈ 2 എണ്ണം പെട്ടകത്തിൽ കയറ്റണം. ഭൂമിയിലെ എല്ലാ തരം പക്ഷികളിൽ നിന്നും എല്ലാ മൃഗങ്ങളിൽ നിന്നും എല്ലാ